ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കടലിലാണ്. ഹലോ, കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സമ്മർ വെക്കേഷൻ അല്ലേ? അതുകൊണ്ട് അച്ഛനും അമ്മയും ചേച്ചിയുടെ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു 4 ദിവസം നമ്മളുടെ അടുത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതാണ് കാണാൻ പോകുന്നത്. ഭയങ്കര രസമായിരുന്നു. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. മൂത്ത ആളൊരു സൈലൻ്റ്, ഒരു ശാന്ത സ്വഭാവമുള്ള ആളും രണ്ടാമത്തെ ആളൊരു കുട്ടിക്കുറുമ്പനുമാണ്. അവർ വന്ന ടൈം എന്ന് പറഞ്ഞാൽ മാർച്ച് 28 നൈറ്റ് വന്നിട്ട് ഏപ്രിൽ 2 മോർണിംഗ് പോയി തിരിച്ച്. അപ്പോൾ ഇവർ വന്ന ടൈം നമുക്ക് 29th ഹോളിഡേ ആയിരുന്നു, പിന്നെ 31st വീക്കെൻഡ് ആയിരുന്നു, പിന്നെ ഫസ്റ്റിന് വർക്കിംഗ് ആയിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അത്യാവശ്യം അവധി ദിവസമൊക്കെ ആയിരുന്നതുകൊണ്ട് നല്ലപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി അവരുടെ കൂടെ. ബിരിയാണി എങ്ങനെയുണ്ട്? നല്ലതാണോ? അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ ലഞ്ച് കഴിച്ചതിന് ശേഷം അവരെ കൊണ്ട് നേരെ പോയത് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കായിരുന്നു. ഞങ്ങൾ മാൽപ്പേ ബീച്ചിൽ എത്തിയപ്പോൾ തന്നെ അവിടെ ഒരു ബോട്ട് ഓൾറെഡി എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവരെ കൊണ്ട് ഫെറിയിൽ കയറുന്നവരത്ര പ്രശ്നമൊന്നുമില്ലായിരുന്നെങ്കിലും ബോട്ടിൽ കയറി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് കടലിലേക്ക് അങ്ങോട്ട് പോയി തുടങ്ങിയപ്പോഴത്തേക്കും രണ്ടുപേർക്കും ചെറുതായിട്ടൊരു പേടിയും എക്സൈറ്റ്മെൻറ്റും ഒക്കെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. സെൻറ്റ് മേരീസ് ഐലൻഡ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ട് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു സോളോ ഡേ ഔട്ട് എന്ന് പറഞ്ഞിട്ട്. അത് കണ്ടാൽ മതി. ഇതിനകത്ത് ഞാനങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഐലൻഡ് കാണിക്കുന്നില്ല. ഇതിനകത്ത് മെയിനായിട്ട് കാണിക്കുന്നത് ഞങ്ങൾ എങ്ങനെയാണ് അവിടെ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത്, ഇല്ലെങ്കിൽ ഇവന്മാരെങ്ങനെയാണ് അവിടെ എൻജോയ് ചെയ്തതെന്നൊക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഐലൻഡിലെത്തി. എന്തൊക്കെ പറഞ്ഞാലും പിള്ളേർക്ക് ഈ വെള്ളം കാണുമ്പോഴത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അത് ഒരു പ്രത്യേക രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ ചെറിയവൻ നമ്മളുടെ കയ്യിലൊന്നും നിൽക്കുന്നില്ലായിരുന്നു. അവന് വെള്ളം കണ്ടപ്പോഴത്തേക്കും ഏതാണ്ട് ഭയങ്കര ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷമായിട്ട്. ഏതായാലും ഞങ്ങൾക്കും അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അവരുടെ ഒരു വെക്കേഷൻ അവർ ശരിക്കും എൻജോയ് ചെയ്തൊരു ഫീല് നമുക്കും കിട്ടിയായിരുന്നു. ഐലൻഡിൽ കൂടെ കുറച്ച് നേരം നടന്നെല്ലാം കണ്ടതിന് ശേഷം നേരെ നമ്മൾ കടലിലേക്ക് കളിക്കാൻ ഇറങ്ങി. അതായിരുന്നു ബെസ്റ്റ് പാർട്ട്. എല്ലാവരും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അതായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അധികം വോയിസ് ഓവർ കൊടുക്കുന്നില്ല, കാരണം കടലിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വോയിസ് ഓവർ കൊടുത്താൽ നിങ്ങൾക്കും കാര്യമായിട്ട് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് നമുക്കിനി അങ്ങോട്ട് റോ വോയിസസ് കേൾക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇപ്പോൾ സമ്മർ വെക്കേഷൻ ആണ്. അപ്പോൾ അതിന് അടിച്ചു വിളിക്കാൻ ഞങ്ങൾ സെൻറ്റ് മേരീസ് ഐലൻഡിലാണുള്ളത്. കുഞ്ഞു, സമ്മർ വെക്കേഷൻ അടിച്ചു വിളിക്കാണോ? എവിടെയാ? സെൻറ്റ് മേരീസ് ഐലൻഡ്. അവൻ ഉപ്പുള്ള അടുത്ത് നക്കുന്നു. അതെ, അവൻ മനഃപൂർവ്വം ചാടുന്നുണ്ട് വെള്ളത്തിലോട്ട് കേട്ടോ. ഫുള്ള് പാറ. എന്തേ തള്ളരുത്, ഉപ്പുവെള്ളം മൊത്തം. അത് ശരി.
വീഡിയോയാ? കയ്യാടായിട്ടില്ല. അവനോ അമ്മയുടെ സൈഡിലേക്ക് പോകും. കറങ്ങിക്കോ ചക 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 ചക. അങ്ങനെ സന്ധ്യ ആവാറായപ്പോഴത്തേക്കും നമ്മൾ സെൻറ്റ് മേരീസ് ഐലൻഡിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. ഞങ്ങൾ വിചാരിച്ചു ആകെ ടയേർഡായിരിക്കും, വന്ന ഉടനെ ഉറങ്ങും എന്നൊക്കെ വിചാരിച്ച് വന്നു. ടി വി വെച്ച് രണ്ടുപേരും കൂടെ ഡാൻസും ബഹളമായിരുന്നു വീട്ടിലും വന്നിട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ വേഗം അങ്ങ് ഉറങ്ങി കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ വർക്കിംഗ് ഡേ ആയിരുന്നു. അന്ന് ഈവനിങ് ആണ് നമ്മൾ ഇവരെ കൊണ്ട് പുറത്തേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഇവരെ കൊണ്ടൊരു മോളിൽ ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. കാലൊക്കെ അവരെ വെള്ളം ഒഴിച്ച് കൊല്ലണം. ഇത് ഞെക്കണം. നമ്മൾ അവരെ കൊണ്ട് കളിക്കാൻ പോയതാണെങ്കിലും ചില സ്ഥലങ്ങളിൽ നമ്മളുടെ കൺട്രോൾ പോവും. ഞങ്ങളും കയറി കളിച്ചായിരുന്നു കേട്ടോ.
ചോക്ലേറ്റ് ആ സാമാനത്തിൽ നിന്ന് കളിച്ചെടുത്തു. സൂപ്പറാണോ? എരിവോ? അങ്ങനെ ഗെയിമൊക്കെ കളിച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോണ വഴി ഐസ്ക്രീമും ഒക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മളൊരു വാട്ടർ തീം പാർക്കിലേക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹലോ കൂട്ടുകാരെ, നമ്മൾക്കിന്ന് വാട്ടർ പാർക്കിൽ പോവണ്ടേ? നിരങ്ങി വന്ന് വെള്ളത്തിൽ വീഴണ്ടേ കൂട്ടുകാരെ? ഗുഡ് മോർണിംഗ്. ഹലോ ഗുഡ് മോർണിംഗ് പറയൂ കൂട്ടുകാരെ. റെഡി കുട്ടു, റെഡി കുഞ്ഞുട്ടൻ. അതെന്താ ക്വിക്കായിരുന്നല്ലോ. ഒന്നുകൂടെ കാണിച്ചോ? രണ്ടുപേരുടെ ഒരുമിച്ച് കാണിക്കേ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓ ഗൈസ്, താഴെ കാണിക്കുന്നുണ്ട്, പൊക്കുന്നില്ല. അപ്പം നമുക്ക് പോവാം. ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവാം. 8 മണി കഴിഞ്ഞു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ ബാംഗ്ലൂരിലെ ഒരു വാട്ടർ തീം പാർക്കിലേക്ക് പോവാണ്. ഏത് വാട്ടർ തീം പാർക്കാ? മാനസ വാട്ടർ പാർക്ക്. യെസ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ അല്ലേ? ആരാ ജയിച്ചേന്ന്? ഒരെണ്ണത്തില് കുഞ്ഞുട്ടൻ ജയിച്ചു. ലാസ്റ്റില് അവന് 195, നിനക്ക് 160 ആയിരുന്നു. ഒരെണ്ണം കുഞ്ഞുട്ടനാ ജയിച്ചേ. എല്ലാം നല്ല, എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഞാൻ തട്ടുമ്പോ കൈവിട്ടു അടിക്കുമ്പോ. അടിപൊളിയായിരുന്നു അല്ലേ? ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു വണ്ടിയിൽ ഇവർ നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയി. ഏകദേശം ഒരു 900 മീറ്റേഴ്സ് ഇവിടുന്ന് പോകാനുണ്ട്. വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. വണ്ടി വരുന്നുണ്ടോ? മാംഗ്ലൂരുള്ള ഒരു ചെറിയ വാട്ടർ തീം പാർക്കാണ് മാനസ വാട്ടർ തീം പാർക്ക്. അങ്ങോട്ടാണ് ഞങ്ങൾ അവരെയും കൊണ്ട് പോയത്. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു വണ്ടിയിൽ അവർ നമ്മളെ ഈ പാർക്കിലേക്ക് കൊണ്ടുപോകും. പാർക്ക് മാത്രമല്ല, അവിടെ വേറെ സൂ, അതുപോലെ ബൊട്ടാനിക്കൽ ഗാർഡൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പാർക്കിലേക്ക് മാത്രമേ പോയുള്ളൂ. ഇതല്ലേ, ഇങ്ങോട്ട് നോക്കിയേ. ഹലോ, റെഡി അല്ലേ? നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. കാണിച്ച ഡ്രസ്സൊക്കെ കാല് പൊള്ളുന്നില്ലേ? നമ്മള് പോവാം, ബാ. ദേ പോയി. ആദ്യം വെള്ളത്തിറങ്ങണോ? ആദ്യം വെള്ളത്തിറങ്ങോ? അല്ല, വേറെ ഇല്ലേ? ഓടിക്കോ. പൊക്കോ പൊക്കോ കുട്ടി പൊക്കോ.
കുഞ്ഞു എങ്ങനെയുണ്ട്? ഞങ്ങൾ അവിടെ വരാം. അവിടെ പിടിയടാ. ബാ ബാ. തുടങ്ങിയപ്പോഴേ കേട്ടു. കുട്ടു എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? ഇഷ്ടായോ കുഞ്ഞു? സൂപ്പർ. ഇഷ്ടായോ? ഗൈസ് പറയാ ഗൈസ്. നോക്ക് ഇഷ്ടായോന്ന് പറ. അപ്പൊ ഇനി ഐസ്ക്രീം വേണ്ട. ഇഷ്ടായോ? ഉണ്ട്. ഈ വണ്ടി ഇഷ്ടപ്പെട്ടോ? അമ്മയും അച്ഛനും ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ കൂടെ ഈ മാസം മണാലിക്ക് ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഷൂസും പിന്നെ അതുപോലത്തെ കുറച്ച് സ്വെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ ഡെക്കാത്തലോണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമ്മൾ ഉടുപ്പി അമ്പലത്തിൽ പോയി തൊഴുതു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു അമ്പലത്തിൽ പോയി. കലിംഗമർദ്ദന ടെമ്പിൾ എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഇത് ഉടുപ്പിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടൊരു ബ്യൂട്ടിഫുൾ അമ്പലമാണ്. ഇതാ കുളത്തിൻ്റെ നടുക്കാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് പശുക്കളെ കാണാൻ പറ്റും. അവിടെ ഒരു 1000-ന് മുകളിൽ പശുക്കളുണ്ടെന്നാണ് അവിടെ നിന്ന് അവർ പറഞ്ഞത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാവിലെ ശരിക്കും മൈൻഡൊക്കെ നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. പിന്നെ അന്നത്തെ ദിവസം ഈവനിങ് നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ഇവമാർക്കുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൂസാണോടാ?
പക്ഷെ ബെൽറ്റ് ഇല്ലേ നിനക്ക്? ചെരുപ്പൊന്നും ഇടണ്ട. ഇത് ഏതാ, ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ ഇഷ്ടപ്പെട്ടെ? ബ്ലാക്ക് ആണോ ഇഷ്ടപ്പെട്ടെ? അതൊന്നും കളയരുത് കേട്ടോ. ഇത് ഇഷ്ടായോ? ഓക്കെ. അപ്പൊ മറ്റേ ജീൻസും പാന്റും അല്ല, ജീൻസും പാന്റും ജീൻസും ഉടുപ്പും പിന്നെ ഇതും. ഓക്കെ. അങ്ങനെ 4 ദിവസം നമ്മളുടെ അടുത്ത് വന്ന് നിന്നിട്ട് അവർ തിരിച്ചു പോയി. ഏപ്രിൽ 2-ാം തീയതി വെളുപ്പിനെ 6:30-ക്കായിരുന്നു അവർക്ക് റിട്ടേൺ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. വന്ദേ ഭാരത് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു 4 ദിവസം. നമ്മൾ സമയം പോയതേ അറിഞ്ഞില്ല. നമ്മൾ ആ വാട്ടർ തീം പാർക്കിൽ പോയതാണെങ്കിലും അല്ലെങ്കിൽ ഗെയിംസ് കളിക്കാൻ പോയതാണെങ്കിലും അവരെയും കൊണ്ട് പോയതാണെങ്കിലും നമ്മളും സൈഡിൽ കൂടെ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. എല്ലാ ഗെയിംസൊക്കെ കളിച്ച് എന്തായാലും നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു സമ്മർ വെക്കേഷൻ അവരുടെ കൂടെ ഞങ്ങൾക്കും കിട്ടിയ പോലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും വീഡിയോസായിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ലവ് യു ഓൾ. ബൈ.